നമ്മുടെ ക്ലിനിക്കിൽ 2 ആഴ്ച മുമ്പ് PCOD ആയിട്ട് ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 30 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ PCOD നമ്മൾ മെൻസ്ട്രൽ ഹിസ്റ്ററി ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഡിസ്ചാർജുകൾ, വജൈനൽ ഡിസ്ചാർജുകൾ ഉണ്ടോ, അതിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചിരുന്ന സമയത്ത് അവർ പറഞ്ഞത്, എനിക്കിങ്ങനെ ഒരു വൈറ്റ് ഡിസ്ചാർജ് വരുന്നുണ്ട്, അത് വെള്ളപോക്കല്ലേ, അപ്പം ഞാൻ അത് അങ്ങനെ അങ്ങോട്ട് വിട്ടു, പ്രശ്നമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കൂടുതലായിട്ട് ഒന്നും കൂടെ എടുത്ത് ചോദിച്ചു, ശരിക്കും അത് വെള്ളപ്പോക്ക് തന്നെയാണോ, നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലായോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ, ഈ ചൊറിച്ചിലോ അല്ലെങ്കിൽ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അവർ പറയുണ്ടായി, ചെറിയൊരു സ്മെല്ല് വരാറുണ്ട്, പിന്നെ അതേപോലെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചൊറിച്ചിലുണ്ടാവാറുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാ ഡിസ്ചാർജുകളും വൈറ്റ് ഡിസ്ചാർജ് ആയിക്കോളണം എന്ന് വെച്ചാൽ ലുക്കോറിയ ആയിക്കോളണം എന്നില്ല, അല്ലെങ്കിൽ വെള്ളപ്പോക്ക് ആയിക്കോളണം എന്നില്ല. ഇതേപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായാലും ഈ സെയിം ആയിട്ടുള്ള ഡിസ്ചാർജ് വരാം. അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഡിസ്ചാർജ് വരാം. അതിനും ഇതേപോലെ തന്നെ എന്ന് വെച്ചാൽ എക്സസീവ് ലുക്കോറിയ, കൂടുതൽ വെള്ളപ്പോക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിറത്തിലുള്ള വ്യത്യാസം, ലുക്കോറിയയുടെ അല്ലെങ്കിൽ വെള്ളപ്പോക്കിൻ്റെ നിറത്തിലുള്ള വ്യത്യാസം കാണാറുണ്ട്. അതല്ലാണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകുമ്പോഴും ഇതേപോലത്തെ ഡിസ്ചാർജ് വരാറുണ്ട്. ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അതേപോലത്തെ ഡിസ്ചാർജ് വരാറുണ്ട്. അപ്പോൾ ഇതെന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാതെ അതിന് മരുന്ന് കൊടുത്തിട്ട് കാര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ചാർജ് എന്നുള്ളത് വെള്ളപ്പോക്ക് മാത്രമല്ല, അത് വേറെ പല തരത്തിലുള്ളതും ആവാം എന്നുള്ളത് പല ആളുകൾക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹൈജീൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ്. പ്രത്യേകിച്ച് ഈ മെൻസ്ട്രേഷൻ നടക്കുന്ന ടൈമിൽ ഹൈജീൻ മെയിനായിട്ടും പ്രോപ്പറായിട്ട് നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലേഡീസിൻ്റെ പ്രൈവറ്റ് പാർട്ട് ഹൈജീനായിട്ട് സൂക്ഷിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അവിടെ ക്ലീൻ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. പല സ്ത്രീകളും വളരെ പ്രത്യേകിച്ച് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, നമ്മൾ മുഖക്കുരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുഖത്ത് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പ്രൈവറ്റ് ഏരിയയിലും ഈ പരസ്യത്തിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് പോലത്തത് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് പല ആൾക്കാരും ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കെമിക്കലുകളാണ്. ഇത് പ്രൈവറ്റ് പാർട്ടിന് വേറെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് ഒരു വിധത്തിലൊക്കെ അറിയാം. എങ്കിലും എങ്ങനെയാണ് ഇത് വൃത്തിയാക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണിത് ക്ലീൻ ആക്കി വെക്കേണ്ടത്, ഈ കാര്യങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. ഇത്തരത്തിലുള്ള ഈ സൊല്യൂഷൻസ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വജൈനയ്ക്ക് നോർമലായിട്ട് ഒരു pH മീഡിയം ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ബാക്ടീരിയകൾ അവിടെ വളരുന്നുണ്ട്. അപ്പോൾ അതിന് പ്രശ്നം വരാതിരിക്കാത്ത രീതിയിലുള്ള ഒരു pH കറക്റ്റായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം ആൽക്കലി സൊല്യൂഷൻസ് ഒക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ pH വ്യത്യാസം വരാനും അത് ചീത്ത ബാക്ടീരിയകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത തരത്തിലുള്ള എന്തെങ്കിലും ബാക്ടീരിയകൾ അവിടെ ഇൻഫെക്ഷൻ ആവാനും അതുവഴി ഇതേപോലത്തെ ചൊറിച്ചിൽ, എരിച്ചിൽ അല്ലെങ്കിൽ പുകച്ചിൽ, അതേപോലെ സ്മെല്ല് അല്ലെങ്കിൽ ഡിസ്ചാർജിന് വേറെ എന്തെങ്കിലും കളർ മാറ്റം ഉണ്ടാവുക, അങ്ങനത്തെ സിംറ്റംസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് പാർട്ട് ഹൈജീനിന് വേണ്ടിയിട്ട് ഒരു 3 റൂൾസ് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്, നമ്മൾ പുറമേ കാണുന്ന ഭാഗം, വൾവ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ശരിക്കും ക്ലീൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉള്ളിലുള്ള വജൈന എന്ന് പറയുന്നത് സെൽഫായിട്ട് തന്നെ ക്ലീൻ ആവുന്ന ഒരു ഭാഗമാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും അവിടെ അഴുക്കുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്ന പോലത്തെ ഒരു ഡിസ്ചാർജ് ആയിട്ട് താനേ പുറത്തേക്ക് പോകും. ഇനി ചില ആളുകളുണ്ട് ഉള്ളിലേക്കും കൂടെ വെള്ളം അല്ലെങ്കിൽ സോപ്പൊക്കെ ചേർത്ത് കഴുകുന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ പുറമേ ഉള്ള ഭാഗം മാത്രം നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മതി. ഇനി ഉള്ളിലേക്ക് നമ്മൾ കഠിനമായിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ വെള്ളം കൂടുതൽ ഫ്ലഷ് ഇത് കഴുകുന്ന സമയത്ത് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഈ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയകൾ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല ബാക്ടീരിയകൾ അവിടെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇനി റൂൾ നമ്പർ 2 എന്ന് പറയുന്നത്, ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ ഈ
പെൺകുട്ടികളായിരിക്കുമ്പോൾ തൊട്ടേ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ തുടയ്ക്കുന്ന സമയത്ത് മുന്നിൽ നിന്ന് പിന്നിലേക്ക് തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പിന്നിൽ നിന്ന് മുന്നിലേക്ക് തുടയ്ക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നമ്മുടെ മലദ്വാരമാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ ഈ മലദ്വാരത്തിന് ചുറ്റിയിട്ട് പലതരത്തിലുള്ള ബാക്ടീരിയകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ബാക്കിൽ നിന്ന് മുന്നിലേക്ക് തുടയ്ക്കുകയോ അല്ലെങ്കിൽ കഴുകുകയോ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബാഡായിട്ടുള്ള ബാക്ടീരിയകൾ വജൈനയിലേക്ക് എത്തും. റൂൾ നമ്പർ 3 എന്ന് പറയുന്നത്, നമ്മൾ ഓരോ പ്രാവശ്യം യൂറിൻ പോയതിന് ശേഷവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ കഴുകിയതിന് ശേഷം നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. ഇനി കുറച്ച് ഈർപ്പത്തോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബാക്ടീരിയയും അതേപോലെ തന്നെ ഫംഗസൊക്കെ വളരാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ തെറ്റുകളാണ് വരുത്തുന്നത് നോക്കാം. ഇതിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതിൽ നിങ്ങൾ ഫാൻസി അല്ലെങ്കിൽ സിന്തറ്റിക് പോലുള്ള തുണി കൊണ്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ടൈറ്റായിട്ട് ഈർപ്പം വലിച്ചെടുക്കാത്ത ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ചൊറിച്ചിലും അതേപോലെ ഇൻഫെക്ഷനും കൂടുതലാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ പോളിസ്റ്റർ ടൈപ്പിലുള്ള അണ്ടർവെയറുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതേപോലെ വേർപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജലാംശം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വലിച്ചെടുക്കാതിരിക്കുകയും അതേപോലെ ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും ഉണ്ടാക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ടുള്ള നമ്മുടെ സൈസിനെക്കാട്ടിലും വളരെ കറക്റ്റ് സൈസ് അല്ലാത്ത അണ്ടർവെയറുകൾ ധരിക്കുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് ഈ വേർപ്പും ജലാംശമൊക്കെ ഉള്ളിൽ തന്നെ നിൽക്കാനും അതുവഴി ഈ ചൊറിച്ചിൽ അതേപോലെ തടിപ്പുകൾ വരാനും അങ്ങനത്തെ ഇൻഫെക്ഷൻസ് വരാനൊക്കെ കാരണമാവും. ഇനി നാലാമത്തെന്ന് പറയുന്നത് പല ഗേൾസിനും അല്ലെങ്കിൽ പല സ്ത്രീകൾക്കും കംപ്ലൈൻ്റ് ഉള്ളതാണ് ഈ പ്രൈവറ്റ് പാർട്ടിൻ്റെയും തൊടേൻ്റെയും ഇടയിലുള്ള ഭാഗത്തുള്ള ചൊറിച്ചിൽ അതേപോലെ കളർ വ്യത്യാസം എന്നുള്ളത്. അത് ഇത്തരത്തിൽ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ അവിടെ ഇങ്ങനെ തട്ടി തട്ടി ഉരസിയിട്ടുണ്ടാവുന്ന ഒരു ഘർഷണം അല്ലെങ്കിൽ ഉരസിയിട്ടുണ്ടാവുന്ന ഒരു പാടുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ് അത്. ഇനി അണ്ടർവെയറുകൾ ഉപയോഗിക്കുമ്പോഴും അതേപോലെ തിരഞ്ഞെടുക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടെ നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ സൈസ് ഭയങ്കര ഫിറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ടുള്ള അടിവസ്ത്രങ്ങൾ എടുക്കരുത് എന്നാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലുള്ള ടൈറ്റായിട്ടുള്ള പാടുകളും അതേപോലെ തന്നെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ ഈർപ്പം നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാനായിട്ട് കാരണമാവും. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് കോട്ടൺ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കോട്ടൺ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഈ പറഞ്ഞ പോലെ വായു സഞ്ചാരമൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു തുണിയാണ്. അപ്പോൾ കോട്ടൺ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ബാക്കി ഫാൻസി ടൈപ്പ് അല്ലെങ്കിൽ സിന്തറ്റിക് അല്ലെങ്കിൽ സാറ്റൻ, ലിനൻ പോലുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ ഡെയിലി യൂസിന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി നിങ്ങൾ പുറത്ത് പോയി ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്, ഭയങ്കര ട്രാവലൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള എലാസ്റ്റിക്കോ അല്ലെങ്കിൽ തയ്യലുകളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പാൻറ്റീസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യാത്രയിലൊക്കെ കുറേ നേരം ഇരുന്നിട്ടും വേർത്തിട്ടൊക്കെ ഉണ്ടാവുമ്പോഴുള്ള ഈ ഇൻഫെക്ഷൻസും അതേപോലെ ഈ പാടുകളൊക്കെ കൂടാനായിട്ട് അതൊരു കാരണമാവും. അതേപോലെ നിങ്ങൾ അടിവസ്ത്രങ്ങൾ എടുക്കുമ്പോൾ അത് ലൈറ്റ് കളറിലുള്ളതായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഡാർക്ക് കളറാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ചൂട് കുറച്ചും കൂടെ ആഗിരണം ചെയ്യും, വേർപ്പ് കൂട്ടാനും അതൊരു കാരണമാവും. അതേപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോയി വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ വേർത്ത് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അണ്ടർവെയർ ചേഞ്ച് ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കാം. ഇനി വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിത് ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ വാഷ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റും സോപ്പും ഒക്കെ ഉപയോഗിച്ച് നല്ല ഇങ്ങനെ ഉരച്ച് കഴുകാതിരിക്കുക. ഒരു മൈൽഡ് ആയിട്ടുള്ള സോപ്പോ ഡിറ്റർജൻറ്റോ വെച്ച് കഴുകിയാൽ തന്നെ മതി, അത് വൃത്തിയാവാൻ അത് മാത്രം മതി. ഭയങ്കര ഹാർഷായിട്ടുള്ളത് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഈ തുണിയുടെ ക്വാളിറ്റി വ്യത്യാസം വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ ഈ മെൻസസിൻ്റെ സമയത്ത് നമ്മൾ പാഡ് ഉപയോഗിക്കുമ്പോൾ ഒരു 6 hours വരെയൊക്കെ മാക്സിമം നമ്മളത് ഒരേ പാഡ് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് ചേഞ്ച് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതേപോലത്തെ റാഷസ് വരാനും അതേപോലെ ചൊറിച്ചിൽ കാര്യങ്ങൾ വേറെ കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരാനായിട്ട് ഒരു കാരണമാവും. ഇനി ഇതിൽ തന്നെ കൂടുതൽ ഫ്ലോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 3 hour അല്ലെങ്കിൽ 4 hour കൂടുമ്പോഴെങ്കിലും മാറ്റാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് കുറച്ചും കൂടെ നമുക്ക് ഹൈജീനിക് ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ നമ്മൾ സ്ത്രീകൾ അറിയാതെ ചെയ്യുന്ന അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ചില തെറ്റുകൾ കൂടെ പറഞ്ഞു തരാം. അതിലൊന്നാണ് ടൈറ്റായിട്ടുള്ള ജീൻസുകൾ
ഒരു ഫുൾ ഡേ ഒക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കുറേ നേരം ഈ ജീൻസ് ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ വേർപ്പൊക്കെ ഇതിൽ പറ്റി പിടിക്കാൻ, അതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾ വേർക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് കണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഡ്രസ്സിൽ പിടിക്കാനും, അതേപോലെ ഈ ഒരു പ്രശ്നം കൊണ്ട് ചൊറിച്ചിലോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാനായിട്ട് ഒരു കാരണമാവും. അതേപോലെ നമ്മൾ ടവൽ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് തനിയെ ഒരു ടവൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ടവൽ ഇനിയിപ്പോൾ അത് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും, അത് പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്യുന്നതല്ലെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അത് വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യരുത്. അതേപോലെ ചില ആൾക്കാർ ചെയ്യാറുണ്ട്, ഈ വിപണിയിൽ കിട്ടുന്ന ചില സ്പ്രേകളൊക്കെ ഈ വജൈനയിൽ ഉപയോഗിക്കുന്നതായിട്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി തന്നെ നമ്മുടെ വജൈനയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര കേടായിട്ടുള്ള സ്മെല്ലാണെന്ന് കരുതിയിട്ട് ഇതേപോലത്തെ ക്രീമുകളോ അല്ലെങ്കിൽ സ്പ്രേകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോഴും ഇതേപോലെ തന്നെ ഒരു കെമിക്കൽ എഫക്റ്റ് അവിടെ ഉണ്ടാവുകയും അതുവഴി നമുക്ക് വജൈനയിൽ ഡ്രൈനെസ് അല്ലെങ്കിൽ വജൈനയിൽ ഇതേപോലത്തെ റാഷസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ഒരു കാരണമാവും. പിന്നെ കഴിവതും രാവിലെയും രാത്രിയും ഒരേ അണ്ടർവെയർ തന്നെ ഉപയോഗിച്ചിട്ട് കിടക്കാതിരിക്കുക. കാരണം ഇപ്പം നിങ്ങൾ പുറത്ത് പോകുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ചും, ഇനി പുറത്തേക്ക് പോകാത്ത ആളാണ്, വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും 24 hours ഒരേ പാൻറ്റീസ് തന്നെ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള എന്തെങ്കിലും ഹൈജീൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ബാഡ് സ്മെല്ല്, പല ആൾക്കാർക്ക് പല ടൈപ്പിലുള്ള സ്മെല്ലുകളാണ് ഉണ്ടാവുക. ചിലർക്ക് ചീഞ്ഞ മീനിൻ്റെ പോലത്തെ സ്മെല്ല് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സ്മെല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളപ്പോക്കിൽ എന്തെങ്കിലും കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ഡിസ്ചാർജിന് എന്തെങ്കിലും കളർ വ്യത്യാസമോ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാതെ ചൊറിച്ചിലോ എരിച്ചിലോ ഉള്ള, പലരും ഇത് UTI ആണ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് മിസ്ഡയഗ്നോസ് ചെയ്ത് അതിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെന്താണ് പ്രശ്നം, ഈ എരിച്ചിലിൻ്റെയും പുകച്ചിലിൻ്റെയും കാരണം എന്താണ്, എന്ത് ഇൻഫെക്ഷൻ ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലിനിക്കുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷനും ബാക്കി വിവരങ്ങൾക്കും വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.